ഹായ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ലെവൽസ് തന്നെയാണ്. അപ്പം അപ് സൈഡിലേക്ക് ഞാൻ നാളെ നോക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 350, 25,320 മുതൽ 25,350 വരെയുള്ള ഏരിയ എന്നാണ് ഒരു റെസിസ്റ്റൻസ് സോണാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോ മാർക്കറ്റിലെ ആ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 25,450 വരെ മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ റീസെന്റ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്ന ഒരു ഏരിയയാണ്. ഏകദേശം ഒരു 400 ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലുള്ള പ്രൈസിന്റെ ബിഹേവിയർ നോക്കുക. അതേപോലെ തന്നെ മാർക്കറ്റിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 300-ന്റെ താഴെയായിട്ട് 320-യുടെ താഴെയായിട്ട് ഒരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 25,200 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഞാനിവിടെ 25,200 മുതൽ 25,175 വരെയുള്ള ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫർദർ ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട്, അതായത് 25,175-ന്റെ താഴെയായിട്ട് എഗെയിൻ ഒരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് 25,120 ലെവല് ചെറിയൊരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 25,225 ലെവല്, അതുപോലെ 25,000 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതും എഗെയിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഈ ഒരു ലെവല് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടില് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നാളത്തേക്കില്ല. അപ്പൊ നാളത്തേക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സോൺ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ടില് ഈ ഒരു സോൺ മാർക്ക് ചെയ്യുക. അതായത് 25,550 മുതൽ 25,600 വരെയുള്ള ഒരു ഏരിയ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ ആ ഒരു ടെയിലാണ്. അപ്പൊ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഫ്യൂച്ചറിൽ. ഒരുപക്ഷെ മാർക്കറ്റ് നാളെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നാളത്തേക്ക് നോട്ട് ചെയ്യേണ്ട ആ ഒരു ലെവലാണ്. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവലാണ്. ഇതൊരു നേക്കഡ് POC ഉണ്ട്. 25,282 നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. താഴേക്കൊക്കെ മാർക്കറ്റ് പോകുന്ന സമയത്ത് ആ ഒരു ലെവലിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണമെങ്കിൽ മാറാം. അതേപോലെ ഇവിടെ ഒരു POC ഉണ്ട്. ഓക്കെ, 25,100 ലെവലിൽ ഒരു നേക്കഡ് POC ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.